ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പം ഉറക്കം എണീറ്റിട്ട് എനിക്കിന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഒരുങ്ങണം. അതാണ് ഞാനിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഫോണിനൊരു ഉത്തര സ്വഭാവമാണ്. നമ്മൾ വെക്കുന്ന കറക്റ്റായിട്ട് അലാറം അടിക്കും. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 7-7:30. നോർമലി ഞാൻ 6-6:30 സമയത്ത് എണീക്കും, അല്ലെങ്കിൽ ഒരു 5 മണിക്ക് പഠിക്കാനുള്ള ദിവസങ്ങളിൽ എണീക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി മടി കാണിച്ചു. ഒരു 7-7:30 ആയെന്ന് തോന്നുന്നു. ഞാൻ എണീറ്റപ്പോൾ 7:30 ആയി. 7 മണിക്കാണ് അലാറം വെച്ചിരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് പുതപ്പൊക്കെ മടക്കി AC ഒക്കെ ഓഫ് ചെയ്ത് താഴേക്ക് പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രാവിലെ എണീറ്റ് വരുമ്പം അമ്മ ഈ വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത്. അതൊരു പ്രത്യേക ഐശ്വര്യമാണ് ആ ഒരു വിളക്കും കൃഷ്ണനെയും വെങ്കടാചലപതിയെയും ലക്ഷ്മിയെയും എല്ലാം കാണാനായിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മൈൻഡിനൊരു പോസിറ്റീവ്സം. പിന്നെ ഈ വീട്ടിൽ എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ്സം എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ എപ്പോഴും. പിന്നെ ഒന്നാമത് രാവിലെ കിഴക്കുന്നുള്ള സൂര്യൻ്റെ ഈ ഒരു വെട്ടം വീട്ടിനകത്തേക്ക് അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇച്ചിരി സമയം ലേറ്റ് ആയതുകൊണ്ടൊരു ഭംഗി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 6-6:30 സമയത്തിറങ്ങി പുറത്തൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര പോസിറ്റീവ്സാണ് കേട്ടോ. ആ ഒരു സൂര്യൻ്റെ രശ്മികളും ആ മഞ്ഞ് തുള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി രാവിലെ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ സൂര്യദേവൻ്റെ നാമം കൂടെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നു. ഞാനിങ്ങനെ ഒരിടത്ത് വായിച്ചതാണ്, രാവിലെ എണീറ്റ് ഭഗവാനെ തൊഴുത് ആ രശ്മികൾ ദേഹത്തേക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടിട്ട് ഭഗവാന്റെ മന്ത്രം പറയുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ റൂബിക്കുട്ടി എണീറ്റ് വന്നു. അവൾ പിന്നെ രാവിലെ 4 മണിക്ക് എണീക്കും കേട്ടോ അച്ഛൻ്റെ കൂടെ. എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും. എന്നിട്ട് ഓരോരുത്തരായിട്ട് എണീക്കുമ്പോൾ അവരുടെ കൂടെ എണീക്കും. ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. രാവിലെ കുറച്ച് നേരം അവളുടെ കൂടെ കളിക്കും. അപ്പോൾ തന്നെ മൈൻഡിന് ഭയങ്കര ഒരു പെറ്റ്സ് ശരിക്കും നമ്മളൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും അവളോട് കളിച്ച് കഴിയുമ്പോഴത്തേക്കും മൈൻഡൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആവും. പിന്നെ ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് നേരം പത്രം വായിച്ചു. രാവിലെ എണീറ്റോ റൂബി? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ രാവിലെ എന്തൊക്കെയോ പച്ചക്കറിയോ മീനോ എന്തൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ബാക്കി ചായ ഞാൻ അകത്ത് കയറിയിട്ടാണ് കേട്ടോ കുടിക്കുക. എനിക്ക് ഇവിടെ ഈ സോഫയിലിരുന്ന് ഈ പുറത്തേക്ക് നോക്കി ഈ ഒരു രശ്മികൾ അടിച്ച് കുടിക്കുമ്പോഴത്തേക്കും എന്തോ പിന്നെ ഒരു പോസിറ്റീവ് വൈബ്. പിന്നെ പല്ല് തേച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പല്ല് തേപ്പ്. എന്തോ ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിച്ചു. പല്ല് തേക്കില്ല എന്നല്ല, പക്ഷെ എന്തോ ഒരു സുഖമില്ല, ഒരു ത്രില്ലിംഗ് ഇല്ല. പിന്നെ ഞാൻ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അഗാറോടെ ഒരു ഓറൽ ഇറിഗേറ്റർ വാങ്ങിച്ചായിരുന്നു. കാരണം കുറച്ചും കൂടെ എനിക്ക് ഇടയ്ക്ക് പല്ലുവേദനയൊക്കെ ഇപ്പോൾ ചിക്കനും ബീഫൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി പല്ലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് അഗാറോടെ ഈ ഒരു ഓറൽ ഇറിഗേറ്റർ. അടിപൊളി സംഭവമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പല്ലെല്ലാം വൃത്തിയാവും. നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്ത് ഫുൾ ക്ലീൻ ചെയ്യും. എന്തെങ്കിലുമൊക്കെ അകത്തും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം കളയും. ഞാനതിന് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് ഈ ഒരു മൗത്ത് വാഷും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലരുടെ പല്ലിലൊക്കെ ഈ പ്ലേക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ 3 ക്ലീനിങ് മോഡ്സാണുള്ളത്. പോയിൻ്റ്, പൾസ്, നോർമൽ. 6 പ്രഷർ സെറ്റിങ്സും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്രഷറിൽ യൂസ് ചെയ്യാം. ചിലതിലൊക്കെ നമുക്ക് ഒരു മോണയ്ക്ക് മസാജ് കിട്ടുന്ന ഒരു ടൈപ്പ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലൊരു ഹെൽത്തി ഗമ്മിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു റോട്ടറി നോസിലാണുള്ളത്. പിന്നെ ഈ വാട്ടർ ടാങ്കിൽ ഏകദേശം ഒരു 230 ml വാട്ടറോളം നിൽക്കും. പിന്നെ പോർട്ടബിളുമാണ്, ഹാൻഡ് ഹെൽഡുമാണ്. നമുക്കിപ്പോൾ യാത്രയൊക്കെ പോകാൻ നേരത്തുമൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വായിക്കകത്ത് പല്ലിനകത്ത് വെച്ചിട്ട് ഓൺ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മോന്തയ്ക്കൊട്ട് ആ ഒരു ചീറ്റി വരും. എനിക്ക് 2 പ്രാവശ്യം കിട്ടിയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാൽ. പിന്നെ വാഷ് ബേസിനിൽ മാക്സിമം വാഷ് ബേസിനിൽ കുഞ്ഞൊന്ന് ചെയ്യുക. കാരണം വെള്ളം എന്തായാലും താഴെ പോകും. അപ്പം
അങ്ങനെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ നൽപ്പാമരാതി എണ്ണ തേച്ചു. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ ഞാൻ എന്തായാലും രാവിലെ ഇപ്പോൾ തേക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഡ്രൈ ആവുന്ന സ്കിൻ. സാധാരണ വിൻ്റർ സീസണിലാണ് ഇങ്ങനെ ഒരു പൊരിയിലൊക്കെ വരുന്നത്. എനിക്കെന്താണെന്നറിയില്ല, സമ്മർ സീസണിലാണ് വരുന്നത്. കണ്ണിൻ്റെ മേളിലൊക്കെ ചെറിയൊരു പൊരി പോലെ തോന്നിയുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു നാൽപ്പാമരാതി എണ്ണ ഡെയിലി രാവിലെ തേക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ചു. ഇപ്പോൾ തന്നെ 8:45 കഴിഞ്ഞു. 10 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അമ്മ അച്ഛനും വരുന്നില്ല കല്യാണത്തിന്. ഞാൻ കുഞ്ഞമ്മയുടെയും കൊച്ചച്ഛൻ്റെയും കൂടെയാണ് പോകുന്നത്. കൊച്ചച്ഛൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് എൻ്റെ പരിപാടി ലെൻസ് വെക്കുക എന്നുള്ളതാണ്. ലെൻസ് യൂസ് ചെയ്യുന്നവർക്കറിയാം അത് എന്തുമാത്രം പാടാണ്. ഭയങ്കര ഏറ്റവും വലിയൊരു ടാസ്ക്കാണിത്. താഴെ പോകാതെ കറക്റ്റ് കണ്ണിനകത്ത് വെക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാസ്ലിൻ ഇട്ട് നമ്മൾ ഒന്നൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാനൊരു ആദ്യം ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്കും ചുണ്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനൊരു ജോവീസിൻ്റെ ഒരു ടോണർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. കാരണം കാറിലാണ് പോകുന്നതെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇടും. കാരണം നല്ലതായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസ് അറിയാൻ പറ്റും. ഞാൻ വെറുതെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടാൻ ആവുന്നുണ്ട് ഫേസ്. അതുകൊണ്ട് ഞാനിപ്പം ഡെയിലി സൺസ്ക്രീൻ ഇടുന്നുണ്ട്. പിന്നെ ഇട്ടിരുന്ന കമ്മലൊക്കെ മാറ്റുകയാണ്. ജിംക്ക ഇടണം. കമ്മൽ മാറ്റുന്നത് കുറച്ച് എളുപ്പമുള്ള പണിയാണ്. അതിലും വലിയൊരു ടാസ്ക്കാണ് ഇതാ ഈ ഒരു സാധനം ഒന്ന് അഴിച്ചെടുക്കുക എന്നുള്ളത്. എൻ്റെ ദൈവമേ, ആഹാ, മൂക്കുത്തി അഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തുമ്മൽ വരും. പിന്നെ ഞാൻ 2 മൂക്കുത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഞാനൊരു സിൽവർ മൂക്കുത്തി ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ ഒരുപാടിങ്ങനെ ഫൗണ്ടേഷൻ മാത്രം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് എടുത്ത് നിൽക്കുന്ന പോലെ ഫീൽ. എനിക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറിൻ്റെ കൂടെ ചെറിയൊരു ടിൻറ്റ് ആഡ് ചെയ്ത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് പോലെയാണ് ഇടുന്നത്. അതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കും കിട്ടും, എന്നാൽ ഫേസിന് ചെറിയൊരു ബ്രൈറ്റ്നസ്സും കിട്ടും. ഐബ്രോസ് ഒന്ന് ചീകി വെക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സ്ഥിരമായി ത്രെഡ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് ജസ്റ്റ് ചീകിയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ വെച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഭയങ്കര ഫങ്ഷൻസൊക്കെ വന്നാലേ ഞാൻ ത്രെഡ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പൊതുവേ ഞാനങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ബ്രൈറ്റ് റെഡ്, പിങ്ക് അങ്ങനത്തെ ഒന്നും കൊടുക്കുന്ന ഇഷ്ടമല്ല. എനിക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒരു ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നന്നായിട്ട് കണ്ണെഴുതി. ചെറിയൊരു വാലിട്ടാണ് എഴുതിയത്, സാരി ഉടുക്കുന്നത് കൊണ്ട് കേട്ടോ. ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
ഞാൻ ഐലൈനർ വെച്ച് എഴുതിയിട്ട് താഴെ ഞാൻ കാജലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും. മറ്റേ താഴെയും ഐലൈനർ കൊടുത്താൽ ഒരു ഭംഗിക്കുറവ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഐലൈനർ മേളിൽ ചെയ്തിട്ട് താഴെ കാജൽ ചെയ്തിട്ട് കാജലിൻ്റെ നമുക്ക് ആ താഴത്തെ ആ ഒരു കൺപീലി ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഐലൈനർ വരച്ചു കൊടുക്കും. പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസ്കാര അടിപൊളിയാണ്, നന്നായിട്ട് കേളാവും. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, വാട്ടർ പ്രൂഫ് അല്ല. ഇതെനിക്ക് ചേച്ചി UK നിന്ന് കൊണ്ട് തന്നതാണ്. പക്ഷേ ഞാനിത് വാട്ടർ പ്രൂഫ് അല്ല എന്നറിഞ്ഞത് എനിക്ക് ഈ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്നൊരു അസുഖമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചോറ്റാനിക്കര കിഴിക്കാവി ചെന്ന് ഞാനങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മയുടെ നടയിൽ നിന്നിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനോജേട്ടൻ തന്നെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. കാരണം ഇതിൽ നിന്ന് കംപ്ലീറ്റ് സാധനം ഇറങ്ങി വന്നിട്ട് ഞാനെന്തോ യക്ഷിയെ പോലെ ഇപ്പോൾ ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദൈവം ഞാൻ ഇനി കരയുന്ന കണ്ടിട്ടാണോ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ലായിരുന്നു, ഈ ഒരു സാധനം എന്നെ ചതിച്ചതാണ്. അടുത്തത് ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പരിപാടി എനിക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ ഈ ഒരു കോൺട്രവേഴ്സീസൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ പേജ് വെറുതെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ആ കുട്ടി നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പിന്നെ ആ കുട്ടിക്ക് നല്ല ലിപ്പ് ഷേപ്പ് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിരുന്നു. എന്തായാലും ജസ്റ്റ് അത് കണ്ടപ്പം ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് തോന്നി. ഞാൻ PACയുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക്. ഇപ്പം എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആണ് കേട്ടോ അത്. നെക്സ്റ്റ് മുടി ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു. ഫങ്ഷന് പോകുന്നത് കൊണ്ടാണ്. പൊതുവേ ഞാനങ്ങനെ ഡെയിലി ഹെയർ ഡ്രൈ ചെയ്യുന്നൊരു ടൈപ്പല്ല, ഭയങ്കര മടിയാണ്. പിന്നെ ഹെയറിന് അത്ര നല്ലതുമല്ലല്ലോ. സോ ഫങ്ഷന് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അമ്മ വാരി തന്നു. പിന്നെ പ്രത്യേകം പറഞ്ഞു അമ്മയുടെ കൈ മാത്രമേ എടുക്കാവുള്ളൂ, അമ്മ നൈറ്റിയൊക്കെ ഇട്ട് മോശമായിട്ട് നിൽക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. പിന്നെ പൊതുവെ അമ്മയ്ക്ക് അങ്ങനെ സ്ക്രീനിലേക്ക് വരുന്നതിനോടൊരു താല്പര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. ഇടയ്ക്ക് എപ്പോഴോ അമ്മ എവിടെയോ പോയപ്പോഴത്തേക്കും അമ്പലത്തിൽ തൊഴാൻ അപ്പോൾ കുറേ പേര് വന്നിങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ചമ്മലായിപ്പോയി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് ഉടുക്കാൻ 2 സാരി ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൺഫ്യൂഷനായിരുന്നു ഏത് ഉടുക്കണം എന്ന്. ഒന്ന് ഇതാണ്, ഇത് ഞാൻ കല്യാണ സിൽക്സിൽ നിന്ന് എടുത്ത പുതിയതാണ്, ഇതുപോലും ഒട്ടിച്ചിട്ടില്ല. അതിനാകുമ്പോൾ എനിക്ക് സ്റ്റിച്ച്ഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതിന് ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട്. എനിക്ക് ഈ സാരി നീതുവിൻ്റെ നാത്തൂൻ തന്ന കുക്കു എനിക്ക് തന്നതാണ് കല്യാണത്തിന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ബ്ലൗസ് പോലും തയ്ച്ചില്ല. ഈ സാരി മിസ്സിങ് ആയിരുന്നു കേട്ടോ. ഹൗസ് വാമിങ്ങിന് എല്ലാം എടുത്തപ്പോൾ തിരിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിന് ബ്ലൗസ് ഉണ്ട്, പക്ഷേ പ്ലെയിൻ ആണ്. എനിക്ക് തോന്നുന്നു വിത്ത് ബ്ലൗസ് ഇട്ടാലേ ഒരു ഭംഗി കിട്ടുള്ളൂ. സോ ഐ ഫിക്സ്ഡ് ദിസ് വൺ.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ആക്ച്വലി ഈ സാരി ഉടുക്കാതെ അവിടെ വെച്ചിരുന്നപ്പോൾ ഭയങ്കര ഭംഗി തോന്നിയില്ല, പക്ഷേ ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പക്ക കാഞ്ചീപുരം സ്റ്റൈലായിരുന്നു. അപ്പം ഇനി അധികം നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല, താഴെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ പോവുകയാണ്. ടാറ്റ, ബൈ ബൈ.